മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ലോകത്തിലെ ക്രിസ്ത്യാനികൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കുരിശ്, ഒരു ബൈബിള്, ഒരു ജെറുസലേം, ഒരു യേശുക്രിസ്തു, ഒരു യഹോവ, ഒരു ദൈവം, ഒരു ദൈവപുത്രൻ, ഒരു ഗ്രന്ഥം, ഒരു അടയാളം, ഒരു പുണ്യസ്ഥലം. ഇവരെത്ര വിഭാഗം ഉണ്ടെന്ന് നോക്കാം. ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും തമ്മിലുള്ള റിലേഷൻ. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നത് മതത്തിന്റെ പേരിലാണ്. ഈ കേരളത്തിൽ ഇത്രയും പള്ളികൾ വരാൻ കാരണം എത്ര പള്ളിക്കാരുള്ളത്. ഒരുവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിലാണ് അയാൾ സ്പിരിറ്റ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞ് പ്രത്യാശയുടെ ചിഹ്നമെന്ന് ഈ ക്രിസ്ത്യാനികൾ പറയുന്ന കുരിശ് ഉപയോഗിച്ച് ലോകം മുഴുവനും കയ്യേറി കുരിശ് വെച്ചത്. പുറത്താക്കിയവൻ ചെയ്തതാണ്. ഇവർ തമ്മിൽ ലാറ്റിൻ കത്തോലിക്കനും സിറിയൻ കത്തോലിക്കനും മാർത്തോമയും ജാക്കോബൈറ്റും ഓർത്തഡോക്സും സാൽവേഷൻ ആർമിയും നിങ്ങളെ തമ്മിലൊക്കെ ഭയങ്കര ശത്രുതയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളിയിലേക്ക് പോലും പോവില്ല. ഇതൊരു വശം. മുസ്ലിങ്ങൾ നോക്കാം. ഞാൻ എന്നും പറയാറുള്ളതാണ്, വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ്, ബംഗ്ലാദേശ് ഒരു മുസ്ലിം രാഷ്ട്രമാണ്, സിറിയ മുസ്ലിം രാഷ്ട്രമാണ്, അഫ്ഗാനിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമാണ്, ഇറാൻ മുസ്ലിം രാഷ്ട്രമാണ്, സൗദി അറേബ്യ മുസ്ലിം രാഷ്ട്രമാണ്. 69ഓളം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. അടുത്ത കാലത്ത് വേറൊരു പേപ്പറിൽ കണ്ടു 54 എന്ന്. ഏത് നമ്പർ ആയാലും പ്രശ്നമൊന്നുമില്ല. ആ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇന്നും ഈ ബോംബ് ഉണ്ടാക്കലും കൊല്ലലും ചാവലും ഇത് ആർക്കെതിരെയാണ്? മുസ്ലിം സ്ത്രീകളിൽ തന്നെയാണ് തലാക്ക് ചൊല്ലിയിട്ട് അവരെ വേർതിരിക്കുക, എന്നിട്ട് വേറൊരാൾ കല്യാണം കഴിക്കുക, എന്നിട്ട് അയാളെ തന്നെ തിരിച്ച് കല്യാണം കഴിക്കാം. പെൺകുട്ടികളെ ജീവനോടെ കൊല്ലുന്ന കാഴ്ച ഒരു യൂട്യൂബിൽ കാണുകയുണ്ടായി, വാട്സപ്പിൽ കാണുകയുണ്ടായി. പാവങ്ങളെ ഒരുമിച്ച് കെട്ടി നിർത്തിയിട്ട് വെടിവെച്ച് കൊല്ലാം. ഒരേ അല്ലാഹുവിൻ്റെ, ഒരേ ഖുറാന്റെ, ഒരേ പ്രവാചകന്റെ, ഒരേ കാബയുടെ ആരാധകരാണ്. ഇത് രണ്ടും മനസ്സിൽ വെച്ച് നോക്കാം എങ്ങനെ പോകുന്നു എന്ന്. ഇനി ഹിന്ദുക്കളുടെ ജാതിയും വർണ്ണവും ഒന്ന് നോക്കാം. ജാതി എന്ന് പറയുന്നത് മുഴുവൻ ജോലിയുടെ, ചെറിയ ചെറിയ ജോലിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ധീവരര് മുക്കുവ പണി ചെയ്യുന്നത്, മത്സ്യം പിടിക്കുന്നവരാണ്. ഈ 4 വർണ്ണത്തില് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന വർണ്ണത്തിൽ ധീവര എന്ന വാക്കില്ല. അമ്പഷ്ടര് തലമുടി വെട്ടുന്നവരാണ്. തണ്ടാന്മാര് തെങ്ങ് കയറുന്നവരാണ്. ഇങ്ങനെ കുറേ ജോലിയുടെ അടിസ്ഥാനം. കൊശവന്മാര് കുടമുണ്ടാക്കുന്നവരാണ്. സിംഗിൾ ജോലി ഏറ്റെടുത്ത വ്യക്തികൾ, അവരെ ഒരുമിച്ച് അറിയപ്പെടുന്ന പേരാണ് നമ്മുടെ ജാതി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ജാതി വർക്ക് ചെയ്യുന്നവര് എന്നർത്ഥം. ഒരു പ്രത്യേക ജാതി വർക്ക് ചെയ്യുന്നവര്. അപ്പോ ഓരോ ജോലി ഏറ്റെടുത്തവർക്ക് ആ പേരാണ് സാധാരണ കൊടുത്തിരുന്നത്. ഇനി ആകെയുള്ള പ്രൊഫഷനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആകെയുള്ള പ്രൊഫഷനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആധുനിക സംവിധാനത്തിലും അത് തന്നെയല്ലേ. ക്ലാസ് 1 ഓഫീസർ, ക്ലാസ് 2 ഓഫീസർ, ക്ലാസ് 3 ഓഫീസർ, ക്ലാസ് 4 ഓഫീസർ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അല്ലെ, ക്ലാസ് 4 ഓഫീസർ എന്ന് പറയാറില്ല, ക്ലാസ് 4 ജീവനക്കാരെന്ന് പറയാം. ക്ലാസ് 2 ജീവനക്കാർ, ക്ലാസ് 3, ക്ലാസ് 2, ക്ലാസ് 1 ഓഫീസേഴ്സ്. 1 വരുമ്പോഴത്തേക്കും ജീവനക്കാരെന്ന് പറയില്ല, ഓഫീസേഴ്സ് എന്ന് പറയാം. ക്ലാസ് 1 ഓഫീസർ, ക്ലാസ് 2 ഓഫീസർ, ക്ലാസ് 3, ക്ലാസ് 4 ജീവനക്കാരെന്നാ പറയാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. അന്ന് 4ആയിട്ട് പ്രൊഫഷന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചിരുന്നു. ജോലിയുടെ അടിസ്ഥാനത്തിൽ അനവധിയായിട്ട് തിരിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുക്കുവരുണ്ട്, തണ്ടാന്മാരുണ്ട്, കൊശവന്മാരുണ്ട്, അമ്പഷ്ടന്മാരുണ്ട്. ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പപ്പടം ഉണ്ടാക്കുന്നവർക്ക് ഒരു പേരുണ്ട്. ഇങ്ങനെ കൊങ്കിണി സമുദായത്തിൽ നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. പക്ഷെ നമ്മുടെ വിഷയം അല്ലാതെ ആ കൊങ്കിണി സമുദായം ഒറ്റ കൂട്ടുകെട്ടാണ്. അതിൽ യുദ്ധം ചെയ്യാനും പോലീസായിട്ട് പോകുന്നവരെയാണ് മല്ലൻ എന്ന് പറയാം. ബിസിനസ് ചെയ്യുന്നവരെ കമത്ത് എന്ന് പറയും. അതുപോലെ പൂജാരിമാരായിട്ടുള്ളവരെ ഭട്ട് എന്ന് പറയും, റാവു എന്ന് പറയും. ഒരേ സമുദായത്തിലുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുകയും ചെയ്യും അവര്. അതുപോലെ തന്നെ അതിൽ ഷേണായി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവരെയാണ് ഷേണായി പറയാം. വലിയ വലിയ ബിസിനസ് നടത്തുന്നവരുണ്ട്, പ്രഭു എന്നാ പറയാം. ദിവാകര പ്രഭു എന്നാ പറയാം, ദിനേശ പ്രഭു, വിശ്വനാഥ പ്രഭു, വിശ്വനാഥ ഷേണായി, വിശ്വനാഥ കമ്മത്ത്. കമ്മത്ത് എന്ന് പറഞ്ഞാൽ ജനറലി ഭക്ഷണ പദാർത്ഥവുമായിട്ട് വ്യവഹാരം നടത്തുന്നവരെയാണ് കമ്മത്ത് എന്ന് പറയുക. സ്വർണ്ണ കച്ചവടം നടത്തുന്ന വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ
ഒരു സമുദായത്തിൽ പല ജോലി ചെയ്യുന്നവര് ഉള്ളത് കൊങ്കണി സമുദായത്തിലാണ്. ഗോവയിലായിരുന്നു അവരുടെ കേന്ദ്രം. ഹിന്ദു ധർമ്മത്തിലും ഇതേപോലെയാണ്, ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവര്. ഈവൻ വള്ളം കൊണ്ടുപോകുന്ന, വള്ളത്തിലെ ആൾക്കാരെ കൊണ്ടുപോകുന്നവരെ പോലും പേരുണ്ട്, ഡ്രൈവർമാർക്ക് പേരുണ്ട്, കാളവണ്ടിക്കാർക്ക് പേരുണ്ട്. ഇപ്പൊ അതെല്ലാം മാറി, ആ പഴയ പേരുകളൊന്നും ഇപ്പൊ കേൾക്കാനില്ല. അപ്പൊ അതെല്ലാം ജോലിയുടെ അടിസ്ഥാനത്തിൽ ആ ജാതി. ഒരു ജാതിക്കാരും പരസ്പരം കൊല്ലുകയോ ചാവുകയോ ബോംബുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല ഹിന്ദു ധർമ്മത്തില്. ഇനി അവരെ 4 പ്രൊഫഷൻ വർണ്ണത്തിലേക്ക് മാറ്റി എന്ന് വിചാരിക്കാം. വർണ്ണത്തിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചു പഠിപ്പിക്കുന്നവരെ പ്രൊഫസർ എന്നറിയപ്പെടുന്നത് പോലെ കൊടുത്ത പേരാണ് ബ്രാഹ്മണര്. അതിൽ ബ്രാഹ്മണർക്ക് ഒരു ശ്രേഷ്ഠത്വം ഉണ്ടായില്ല. ഉത്തമം ച അധമം ച ഏതത് കർമ്മ ന വിദ്യതി. ഇത് വ്യാസമഹർഷി പറഞ്ഞതാ. ഉത്തമമെന്നോ അധമമെന്നോ ഒരു കർമ്മവും ഇല്ല. എല്ലാ കർമ്മവും നല്ലത് തന്നെയാണ്. എല്ലാ കർമ്മവും നല്ലത് തന്നെയാണ്. അപ്പോ പഠിച്ചു പഠിപ്പിക്കുന്നവര് ബ്രാഹ്മണര്. തെങ്ങ് കയറാൻ പഠിച്ചു പഠിപ്പിക്കുന്നവര് ബ്രാഹ്മണരാണ്. മരപ്പണി പഠിപ്പിക്കുന്ന വ്യക്തിയുടെ പേര് ആശാരി എന്നാണ്. ആശാരി എന്ന വാക്കുണ്ടായത് ആചാരി, ആചാര്യൻ എന്ന വാക്കിൽ നിന്നാണ്. ആചാര്യൻ എന്ന വാക്കിൽ നിന്നാണ് ആശാരി എന്ന വാക്കുണ്ടായത്. അപ്പോ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഏത് വിഷയവും പഠിച്ചു പഠിപ്പിക്കുന്നവന്റെ പേരാണ് ബ്രാഹ്മണൻ. ഇനി രാജ്യത്തിന്റെ അതിർത്തികളോ സംസ്ഥാനത്തിന്റെ അതിർത്തികളോ സംസ്ഥാനത്തിലെ നീതിന്യായ വ്യവസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടവരോ ചെയ്യുന്ന ജോലിക്ക് പറയുന്ന പേരാണ് ക്ഷത്രിയൻ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ CPRFO, അങ്ങനെയുള്ള കുറെ ജോലിക്കാരുണ്ട്. ഈ പല പല ജോലി ചെയ്യുന്ന സാധാരണ പട്ടാളക്കാരുണ്ട്, റിസർവ് പട്ടാളക്കാരുണ്ട്, കേരള ആംഡ് ഫോഴ്സസ് ഉണ്ട്, CRPF ഉണ്ട്, BSF ഉണ്ട്, ആസാം റൈഫിൾസ് ഉണ്ട്, ഇന്ത്യൻ ബോർഡറിൽ വർക്ക് ചെയ്യുന്ന മിലിറ്ററി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, നേവി ഉണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് നമ്മൾ എന്താ പറയുക? മിലിറ്ററിയിൽ അല്ലെങ്കിൽ പോലീസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയും. അപ്പൊ അതുപോലെയാണ് ക്ഷിതിത്രാണം ക്ഷത്രിയസ്യ ച. അവരെയാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. വർണ്ണാണ്. ഒരിക്കലും ക്ഷത്രിയനും ബ്രാഹ്മണനും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയോ കൊല്ലുകയോ ബോംബുണ്ടാക്കുകയോ ചാവുകയോ യുദ്ധം ചെയ്യുകയോ മതത്തിന്റെ പേരിൽ ഭാരതത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല. ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇനി വൈശ്യൻ, എനിക്ക് താല്പര്യം കൃഷി, ഗോരക്ഷ, പശു പരിപാലനം, ആടിനെ വളർത്തല്, പശുവിനെ വളർത്തല്, പാല് കച്ചവടം നടത്തുക, അതേപോലെ കൃഷി, വിവിധ തരത്തിലുള്ള കൃഷി ചെയ്യലാണ്. അയാളുടെ പേരാണ് വൈശ്യൻ. പിന്നെ ബാക്കി സപ്പോർട്ടിങ്, ഏതെല്ലാം വർക്കുകളുണ്ടോ സപ്പോർട്ടിങ് വർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ കാർപ്പൻട്രി പെടാം, ഏതൊക്കെ പെടുന്നുണ്ടോ. അതും ശൂദ്രൻ എന്ന വാക്കിന് 4ാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ താഴ്ത്തി പറഞ്ഞു ശീലിച്ചിട്ടാണ് അത് താഴെയാണെന്ന് പറയുന്നത്. ധർമ്മശാസ്ത്രം എടുത്തു നോക്കുക. ശൂദ്രൻ്റെതായിട്ടുള്ള മഹത്വമേറിയ പ്രവൃത്തികൾ എത്രയാ വിവരിച്ചിരിക്കുന്നത്, കണക്കില്ല. ശരിക്കും സമൂഹം നിലനിൽക്കുന്നത് അതിലാണ്. ഏതോ ഋഗ്വേദത്തിലൊരു വരി, പാദമാണ് ശൂദ്രൻ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും താഴെ ഉള്ളതാണ് എന്ന് നമ്മൾ ധരിച്ചുപോയി. ഇത്രയും വലിയ ശരീരത്തിന്റെ ആധാരം പാദമല്ലേ? അതുകൊണ്ടല്ലേ പാദം ശൂദ്രോ അജായത എന്ന് പറയുന്ന പാദത്തിനെ നമ്മൾ കാല് എന്നുള്ളത് നീചമാക്കി. നമ്മളുടെ ശരീരത്തിന്റെ തന്നെ ആധാരമായ കാല്. ഏത് വ്യക്തിയും മറ്റൊരാളെ നമസ്കരിക്കുന്നത് കാല് തൊട്ടല്ലേ നമസ്കരിക്കുന്നത്? അതല്ലേ ആധാരം. കാലിൽ പിടിച്ചാൽ തല തൊടണം എന്നാ പറയാ. അത് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചു. കാല് ഏറ്റവും മോശമായിട്ടുള്ള അവയവമാണ്, അതുകൊണ്ട് ശൂദ്രൻ ഏറ്റവും മോശമായിട്ടുള്ളവനാണ്. എങ്ങനെയാ ഇത് തമ്മിൽ യോജിക്കുക? ഒരു വ്യക്തിക്ക് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് പോകണമെങ്കിൽ കൈയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ലിവർ പകുതിയേ ഉള്ളുവെങ്കിൽ, അല്ലെങ്കിൽ ലങ്സ് പകുതിയേ ഉള്ളുവെങ്കിൽ, ഡൈജസ്റ്റീവ് എൻസൈം സിസ്റ്റത്തിന് കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു കണ്ണേ ഉള്ളുവെങ്കിൽ, ഒരു മൂക്കേ ഉള്ളുവെങ്കിൽ, ഒരു ചെവിയേ ഉള്ളുവെങ്കിൽ അത്ര പ്രശ്നമില്ല. പക്ഷെ കാലില്ല എന്ന് വിചാരിക്കുക, അയാൾക്ക് ഈ ലോകത്തിൽ എവിടേക്കെങ്കിലും നീങ്ങാൻ പറ്റും. അയാളുടെ ചലനവും പുരോഗമനവും അധോഗമനവും എല്ലാം കാലല്ലേ. അപ്പൊ സൊസൈറ്റിയുടെ അടിസ്ഥാനം, ആധാരം എന്ന് പറയുന്ന കാലിനെ നമ്മൾ തന്നെ താഴ്ത്തി വ്യാഖ്യാനിച്ച് അതാണ് ശൂദ്രൻ എന്നാക്കി മാറ്റി നമ്മൾ ഈ വർണ്ണത്തിനെ അവഹേളിച്ചു. ചണ്ടാളൻ അങ്ങനെയുള്ള അതെല്ലാം പ്രവൃത്തിയിലാണ്. ഇറച്ചി വെട്ടുകയും വിൽക്കുകയും ചെയ്യുന്നവർക്കുള്ള പേരായിരുന്നു അത്. അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് മാറാൻ സാധിക്കും.
മഹീദാസ ഐതരേയൻ എന്ന ചണ്ടാള മഹർഷിയാണ് ഉപനിഷത്തുക്കളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും വേദത്തിന്റെ വ്യാഖ്യാനങ്ങളും വരെ എഴുതിയത്. അപ്പൊ അയാൾ ചണ്ടാളനായി തന്നെ ഇരിക്കണമെന്നില്ല. ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് വിഷയത്തിൽ നിന്ന് വേറൊരു വിഷയം എടുത്തതല്ല. ധാരാളം വ്യക്തികൾ ഈ ജാതി സമ്പ്രദായമായിരുന്നു നമ്മുടെ ശാപം എന്ന് പറയാറുണ്ട്. ഭാരതത്തിൽ ജാതി സമ്പ്രദായം ശാപമായത് അതിനോടുള്ള വീക്ഷണം നെഗറ്റീവ് ആയപ്പോഴാണ്. അങ്ങനെയാണല്ലോ എല്ലാം. വീക്ഷണം നെഗറ്റീവ് ആകുമ്പോഴാണ് എല്ലാം ശാപമാവുന്നത്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ട് അത് മനസ്സിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ട് എന്നിട്ട് അതിനെതിരെ പ്രവർത്തിക്കുക, തെറ്റായിട്ട് ധരിക്കുക, തെറ്റായിട്ട് വിവരിക്കുക, തെറ്റായിട്ട് പഠിക്കുക, തെറ്റായിട്ട് പഠിപ്പിക്കുക, തെറ്റായിട്ട് ഉൾക്കൊള്ളുക, തെറ്റായിട്ട് പ്രാവർത്തികമാക്കുക. എന്നിട്ട് ശരി ഏതെങ്കിലും പറയുമ്പോൾ അത് തെറ്റിനെ ന്യായീകരിക്കലാക്കി മാറ്റാം. യഥാർത്ഥത്തിൽ ഇവിടെ ജാതി സമ്പ്രദായത്തിൽ ഹിന്ദു ധർമ്മത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നില്ല അടുത്ത കാലം വരെ. അത് ബ്രിട്ടീഷുകാർക്ക് ഡിവൈഡ് ആൻഡ് റൂളിന് ഏറ്റവും പ്രധാനപ്പെട്ട വരിയും പിന്നീട് വന്ന കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കുറേയൊക്കെ BJPക്കാർക്കും ഈ ജാതി സമ്പ്രദായം അതൊരു എലക്ഷൻ സ്റ്റണ്ടും ഒക്കെ ആയി മാറിയപ്പോൾ ആ ജാതിയിൽ പ്രശ്നം വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? നല്ല ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനെ നമ്മൾ വേറെ പലതിനും ദുരുപയോഗം ചെയ്തിട്ട് അതാണ് നമ്മുടെ സമൂഹത്തിൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു പരത്തി. പിന്നെ ബ്രാഹ്മണൻ ശ്രേഷ്ഠനും തലയും പിന്നെ കാല് ഏറ്റവും അധകൃതവും ആണെന്നങ്ങോട്ട് വ്യാഖ്യാനിച്ചു. എന്നിട്ട് ശൂദ്രനെ സിമ്പതൈസ് ചെയ്യാനും ബ്രാഹ്മണനെ റെസ്പെക്ട് ചെയ്യാനും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ സിദ്ധാന്തമാണ്. അവരുടെ മുകൾ തട്ടിലിരിക്കുന്നവരൊക്കെ ഉയർന്ന ജാതിക്കാരാണ്. AK ഗോപാലനാണെങ്കിലും EM ശങ്കര നമ്പൂതിരിപ്പാടാണെങ്കിലും ജ്യോതി ബാസു ആണെങ്കിലും ഭട്ടാചാര്യ ആണെങ്കിലും യെച്ചൂരി ആണെങ്കിലും എല്ലാം പൂണൂലിട്ടവരാണ്. എല്ലാം പൂണൂലിട്ടവരും ഉയർന്ന ജാതിയിലുള്ളവരും. താഴ്ന്ന ജാതിക്കാരിലുള്ളവൻ ഈ അടുത്ത കാലത്താണ് മുകളിലേക്ക് വന്നത്. കമ്മ്യൂണിസം പ്രചരിപ്പിച്ചത് മുഴുവനും ഉയർന്ന ജാതിക്കാരായതുകൊണ്ട് തന്നെയാണ് സമൂഹം സ്വീകരിച്ചതെന്ന് വരെയുള്ള സത്യം എത്ര പേർക്കറിയാം? EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം നമ്പൂതിരിയല്ലേ, ആ നമ്പൂതിരി എന്ന വാക്ക് അദ്ദേഹം കളഞ്ഞില്ല, നായനാർ എന്ന വാക്ക് കളഞ്ഞില്ല, PK വാസുദേവൻ നായർ എന്ന വാക്ക് കളഞ്ഞില്ല, ഗോവിന്ദ പിള്ള എന്ന വാക്ക് കളഞ്ഞില്ല. പിള്ള അപ്പോഴും ഉണ്ട്. അവർ ജാതി പേര് വെച്ച് തന്നെയാണ് തിളങ്ങി വിളങ്ങുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ജാതി അല്ല പ്രശ്നം. അടുത്ത കാലത്ത് ജാതിയോടുള്ള ഇംഗ്ലീഷുകാർ ഇവിടുന്ന് പോയതിനു ശേഷവും പിന്നെ ഇന്ത്യക്കാർ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളത് ഇതാക്കിയപ്പോഴാണ് ജാതി പ്രശ്നം. ക്രിസ്ത്യാനികളുടെ ജാതിയിലും മുസ്ലിങ്ങളുടെ ജാതി വിഭാഗത്തിലും ഉണ്ടാകുന്ന കൊലയും കൊള്ളിവെപ്പും യുദ്ധവും നശീകരണവും നോക്കുക. ഹിന്ദു ധർമ്മത്തിലേ നോക്കുക. നമ്മളുടെ ധർമ്മത്തിൽ എന്നും നമ്പൂതിരി മുതൽക്ക് നായാടി വരെ യാഗശാലയിൽ ഒരുമിച്ചിരുന്ന യാഗം നടത്താം. ഒരുമിച്ചിരുന്നാണ്. ശരിക്ക് നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യശ്ച ഓ നമോ നമ അശ്വഭ്യശ്വപതിഭ്യശ്ച ഓ നമോ നമ സേനാഭ്യ സേനാനിഭ്യശ്ച ഓ നമോ നമ പുഞ്ചിഷ്ടേഭ്യോ മുക്കുവന് നമസ്കാരം, നിഷാദേഭ്യ വേടന് നമസ്കാരം, നമക്കുലാ കുടമുണ്ടാക്കുന്നവന് നമക്കുലാലേഭ്യ കർമാരേഭ്യശ്ച സാധാരണ റൂട്ടില് തോട്ടിപ്പണി ചെയ്യുന്ന കർമാരേഭ്യ അവന് നമസ്കാരം, നമ സഭാഭ്യ സഭാപതിഭ്യശ്ച ഓ നമോ നമസ്തിഷ്ഠഭ്യോ ദാവഭ്യശ്ച ഓ നമോ നമ സ്വഭഭ്യോ ജാഗ്രഭ്യശ്ച ഓ നമോ നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യശ്ച ഓ നമോ നമ അശ്വഭ്യശ്വതിഭ്യശ്ച ഓ നമോ നമ സേനാഭ്യ സേനാനിഭ്യശ്ച ഓ നമോ നമ. യജുർവേദത്തിലെ മന്ത്രമാണ്. ഇത് ഞാൻ ഒറ്റ വരിയായിട്ട് പറഞ്ഞതല്ല, പല വാക്കുകളും ചേർത്ത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. അതെനിക്ക് ബൈഹാർട്ടാണ്. ഞാൻ ഇപ്പോഴത്തെ എക്സ്പ്ലനേഷനും ഈ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ, സേനകളെയും കൊണ്ടുവന്നു, അശ്വസേനകളെ കൊണ്ടുവന്നു, അശ്വസേനയുടെ നേതാവിനെ കൊണ്ടുവന്നു, മുക്കുവനെ കൊണ്ടുവന്നു, വേടനെ കൊണ്ടുവന്നു, എല്ലാവരെയും കൊണ്ടുവന്നു, കോശവനെ കൊണ്ടുവന്നു, കുലാൽ അവൻ കൊണ്ടുവന്ന് യാഗപാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അവനാണത് യാഗ ചെയ്യുന്ന വേദപണ്ഡിതർക്ക് കൊടുക്കുന്നത്. കുതിരവണ്ടി ഓടിക്കുന്നവനാണ് അമൃത് കൊണ്ടുവരുന്നത്. എത്ര ഭംഗിയായിട്ടാണ് സമൂഹത്തെ ഒരുമിച്ച് ഒരു യാഗത്തിലൂടെ കൊണ്ടുവന്നത്. ന്യായീകരിക്കലല്ല, വെറുതെ നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ഹിന്ദു ധർമ്മത്തിൽ കൊലയും കൊള്ളിവെപ്പും നടന്നിട്ടുണ്ടോ? മറ്റേത് മതത്തിലാണ്, സെമറ്റിക് മതത്തിലാണ് അത് നടക്കാത്തത് എന്നുള്ളത് നോക്കാം.
പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരുടെ ഇടയ്ക്ക് തന്നെ ഉള്ളത്. ഇന്നും കേരളത്തിൽ 18 പള്ളികൾ പോലീസ് കാവലിൽ നിൽക്കുന്നു, തുറക്കാതെ. ക്രിസ്ത്യാനികൾ തമ്മിലുള്ള അടിപിടിയാണ്. ഏതായാലും ഹിന്ദു അമ്പലങ്ങളൊന്നും തുറക്കാതെ തമ്മിൽ അടിപിടിയോടുകൂടി അടച്ചു വെച്ചിട്ടൊന്നുമില്ല. മുസ്ലിം പള്ളികളിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവർ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പോലും പള്ളികളിൽ. ദേശത്തിന് അനുകൂലമായിട്ടാണോ ദ്രോഹമായിട്ടാണോ എന്ന് പോലും സംശയിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ ധാരാളം വരുമ്പോൾ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീയതയുടെ നന്മയോ അല്ല തിന്മയോ എന്താ ഉപയോഗിക്കുന്നത് എന്നറിയാത്ത ഒരു ലോകത്തിൽ ഹൈന്ദവ ജനതയിലെ ജാതിയും വർണ്ണവും ഒന്നും നെഗറ്റീവായിരുന്നില്ല അടുത്ത കാലം വരെ. അത് വോട്ട് ബാങ്കിനൊക്കെ വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തപ്പോഴാണ് ഇത് സംഭവിച്ചത്. കുറേ കാര്യങ്ങൾ ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞു. പലരും ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ ഒരു പാരഗ്രാഫ്, ഈ ഒരു വിവരണം തന്നത്. പ്രണാമം, നമസ്കാരം.